വിറകടുപ്പിൽ ഒരു ചിക്കൻ കറി ആയാലോ. ചൂടായ ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ചെറിയുള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. അതൊരു ചുവന്ന നിറമായി കഴിയുമ്പോഴത്തേക്കിനും അരിഞ്ഞു വെച്ച സവോളയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ചെറിയുള്ളി വഴറ്റിയെടുത്തത് സവോളയ്ക്ക് പെട്ടെന്ന് ഒരു കളർ കിട്ടാനും അതൊന്ന് വഴന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചെടുത്തത് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ദെൻ നമ്മുടെ തക്കാളി ചേർക്കുക, മിക്സ് ചെയ്യുക. ക്യാപ്സിക്കം ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ മസാല ചേർക്കുക. 1.5 കിലോ ചിക്കനുള്ള മസാലയാണ് ചേർക്കുന്നത്. 3 സ്പൂൺ ചിക്കൻ മസാല, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഗരം മസാല എന്നിവ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ദെൻ നമ്മുടെ ചിക്കൻ ഫ്രൈ ആഡ് ചെയ്യുക. മസാല അങ്ങോട്ട് എല്ലായിടത്തും പിടിക്കുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, കാരണം ആ ഒരു കറിയുടെ കളറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ മറക്കല്ലേ. തക്കോലം, കറുവപ്പട്ട, ഗ്രാമ്പു, ജാതിപത്തിരി, ഏലക്ക ഇത്രയൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. ഇനിയൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുത്താൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി.